നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരം മണ്ഡലത്തിൽ SIR-ൽ വ്യാപക ക്രമക്കേടെന്ന ആരോപണവുമായി AKM അഷ്റഫ് MLA. നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെടുന്ന മണ്ഡലത്തിൽ UDF വോട്ടർമാരെ പട്ടികയിൽ നിന്നും പുറത്താക്കുവാൻ BJP-യുടെയും ഉദ്യോഗസ്ഥരുടെയും ഒരു അന്തർധാര പ്രവർത്തിക്കുന്നതായി AKM അഷ്റഫ് MLA ആരോപിച്ചു. മലബാറിലെ റെയിൽവേ മേഖലയിലെ പ്രശ്നങ്ങൾ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി നേരിൽ കണ്ട് ചർച്ച നടത്തിയതായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP. വിഷയത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രിയിൽ നിന്നും ഉറപ്പു ലഭിച്ചതായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP. റാങ്ക് ഹോൾഡേഴ്സിനോട് സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് KSU-വിന്റെ നേതൃത്വത്തിൽ മിന്നൽ സമരം. കാസർഗോഡ് PSC ഓഫീസിലേക്കായിരുന്നു പ്രതിഷേധം. അഡ്വക്കേറ്റ് PVK നമ്പൂതിരി ഫൗണ്ടേഷൻ കാസർഗോഡ് ജില്ലാ കനിവ് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് മാരുതി ഇക്കോ ഹോം കെയർ വാഹനം കൈമാറി. കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. മലയോര ഹൈവേയിലെ അശാസ്ത്രീയത മൂലമുള്ള അപകട പരമ്പര. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 24 മണിക്കൂർ ഉപവാസം ആരംഭിച്ചു. കാസർഗോഡിന്റെ ഗോത്രവീര്യം കാൽപന്ത് കളിക്കളത്തിൽ മാറ്റുരയ്ക്കുന്ന വടക്കിനംഗം ജില്ലാതല ട്രൈബൽ ഫുട്ബോൾ ടൂർണമെന്റ്. ചിറപ്പുറം മിനി സ്റ്റേഡിയത്തിലായിരുന്നു ടൂർണമെന്റ്. ഷിറിയയിൽ വീടിന് തീപിടിച്ച സംഭവം. രക്ഷാപ്രവർത്തനങ്ങളിൽ വന്ന വീഴ്ച അന്വേഷിക്കണമെന്ന് ഷിറിയ ഗ്രാമവികസന സമിതി. വാർത്തകൾ വിശദമായി. മഞ്ചേശ്വരം മണ്ഡലത്തിൽ SIR-ൽ വ്യാപക ക്രമക്കേടെന്ന ആരോപണവുമായി AKM അഷ്റഫ് MLA രംഗത്ത്. 7 പേരെ പട്ടികയിൽ നിന്നും പുറത്താക്കുവാൻ BJP നേതാവ് പരാതി നൽകിയിരിക്കുകയാണ്. പരാതിയിൽ കഴമ്പില്ലെന്ന് ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടിട്ടും ഇവരെ ഹിയറിംഗിന് വിളിച്ചിരിപ്പിക്കുകയാണ്. നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെടുന്ന മണ്ഡലത്തിൽ UDF വോട്ടർമാരെ പട്ടികയിൽ നിന്നും പുറത്താക്കുവാൻ ഇത്തരത്തിൽ BJP-യുടെയും ഉദ്യോഗസ്ഥരുടെയും ഒരു അന്തർധാര പ്രവർത്തിക്കുന്നതായി AKM അഷ്റഫ് MLA ആരോപിച്ചു. ഞങ്ങൾ ഇന്ന് മീഡിയകളെ കാണുന്നത് നിങ്ങൾക്കറിയാം, ഒരു ഇലക്ഷന്റെ മുൾമുനയിൽ നിൽക്കുമ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് SIR-ഉം വോട്ട് തള്ളലൊക്കെയാണ്. മഞ്ചേശ്വരം മണ്ഡലം BJP-ക്ക് കപ്പിനും ചുണ്ടിനുമിടയിൽ 2016-ലും 2021-ലും മിസ്സായ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. 16-ൽ 89 വോട്ടിനാണ് BJP തോറ്റത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1000-ന് താഴെ വോട്ടുകൾക്കാണ് BJP മണ്ഡലത്തിൽ പരാജയപ്പെട്ടത്. SIR-ന്റെ പ്രക്രിയ ആരംഭിച്ച നാളെ തൊട്ട് UDF-ന്റെ നേതൃത്വത്തിൽ എല്ലാവരെയും വോട്ട് ചേർക്കാൻ, ഒരാളുടെയും വോട്ട് നഷ്ടപ്പെടാത്ത രീതിയിൽ മികച്ച ക്യാമ്പയിൻ സംസ്ഥാന, ജില്ലാ, മണ്ഡലം, പഞ്ചായത്ത് തലത്തിൽ, ബൂത്ത് തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നേറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മഞ്ചേശ്വരം മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ 128 ആ ബൂത്തിലെ ഒരാഴ്ച മുമ്പ് തന്നെ ഞങ്ങൾക്കറിയാം, SIR-ന്റെ കഴിഞ്ഞ മാസം 30-ാം തീയതി അവസാനിക്കുന്നതിന് മുമ്പ് ARO ഞാനൊരു പരാതിയുമായി അദ്ദേഹത്തിന് മുമ്പിൽ എത്തിയപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ഒരു ബൂത്തിൽ, മഞ്ചേശ്വരം മണ്ഡലത്തിലെ 128-ാമത്തെ ബൂത്തിൽ BJP-യുടെ ജില്ലാ സെക്രട്ടറി ലോകേഷ് നോണ്ട അദ്ദേഹം 90-ഓളം വോട്ടുകൾ തള്ളാൻ ഒരു അപേക്ഷയുമായി വന്നിരുന്നു. ഒരു കാരണവശാലും ഞങ്ങൾക്ക് അങ്ങനെ ഫിസിക്കലായി വാങ്ങാൻ കഴിയില്ല, ഓൺലൈനായി അദ്ദേഹത്തോട് അത് രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. അതിനുശേഷം ആ ടൈം അവസാനിക്കുന്ന സമയത്ത് 7 പേരെ കൃത്യമായി BJP-യുടെ ഔദ്യോഗിക പോസ്റ്റ് ലഭിക്കുന്ന മഞ്ചേശ്വരം മണ്ഡലക്കാരനായ ലോകേഷ് നോണ്ട എന്ന് പറയുന്ന ഒരാൾ 7 പേരെ വോട്ട് തള്ളാൻ വേണ്ടി ഫോം 7 വെച്ച് നൽകിയിരിക്കുകയാണ്. ഞാൻ മീഡിയകളുടെ മുമ്പിൽ നിൽക്കുന്നത് വളരെ വേദനയോടുകൂടി ആ 7 പേരും ഇന്ന് ഹിയറിംഗിന് വേണ്ടി മഞ്ചേശ്വരം താലൂക്ക് ഓഫീസിൽ ERO-യുടെ മുമ്പിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അത് ഞങ്ങളേറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം. മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്, ജനിച്ചത്, വളർന്നത്, ജീവിതകാലം മുഴുവനും അദ്ദേഹം വോട്ട് ചെയ്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ നോട്ട് ആൻ ഇന്ത്യൻ സിറ്റിസൺ, ഇന്ത്യൻ പൗരനല്ല എന്നാണ് BJP-യുടെ ജില്ലാ സെക്രട്ടറി ആരോപിച്ചിട്ടുള്ളത്. മറ്റ് 6 പേര് പെർമനന്റ്ലി ഷിഫ്റ്റഡ് എന്നാണ്. ആസ്മ, സഫിയ, സുബൈദ, ഈ പറയുന്ന കുബ്ര, ഇവരൊക്കെ 60-70-ലെത്തിയ ജീവിതത്തിൽ ഒരു പക്ഷെ 5, 6, 7 പ്രാവശ്യം പഞ്ചായത്തിനും ബ്ലോക്കിനും ലോക്സഭക്കും നിയമസഭയ്ക്കൊക്കെ വോട്ട് ചെയ്ത ആളുകളെയാണ് BJP കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് വോട്ട് തള്ളണമെന്ന് BJP-യുടെ ജില്ലാ സെക്രട്ടറി ലോകേഷ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രജിസ്ട്രേഷൻ ഓഫ് ഇലക്ട്രൽ റൂൾസ് ആക്ട് 1960 കൃത്യമായി പറയുന്നുണ്ട്,
ഒരാളുടെ ഏതെങ്കിലും രീതിയിൽ ഒരു വോട്ട് തള്ളാൻ വേണ്ടി കൊടുത്താൽ ഉദ്യോഗസ്ഥന്മാർക്ക് അത് കടമ്പില്ല എന്ന് തോന്നിയാൽ അവർ റിജക്ട് ചെയ്യണം. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, BLOക്ക് ബോധ്യമുണ്ട് ഇത് കള്ളപ്പരാതി എന്ന്, AROക്ക് ബോധ്യമുണ്ട് ഇത് കള്ളപ്പരാതി എന്ന്, കടമ്പില്ലാത്ത ഈ ഒരു പരാതി വെച്ച് ഈ 60-70 ലക്ഷം ആളുകളെ ഹിയറിംഗിന് വിളിച്ചത് തെറ്റല്ലേ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? BJPയുടെയും ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു അന്തർധാര ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ഞാൻ 7 ആളുകൾ ഇന്ന് ഹിയറിംഗിന് വരുന്നു എന്ന് മാത്രമല്ല, ഞങ്ങൾ എന്തായാലും കേസ് ഫയൽ ചെയ്യും. 960 പിന്നെ ഏറ്റവും കൃത്യമായി പറയുന്നത് ആ ആക്ടിൽ ഒരാൾ വ്യാജ പരാതി കൊടുത്താൽ അയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണം. UDFന്റെ ബഹുമാനരായ നേതാക്കന്മാർ പ്രിയപ്പെട്ട അജിത് മരിക്കയും മഞ്ജു അണ്ണനും ഇവിടെ ഇരിക്കുന്നുണ്ട്. അവര് ഔദ്യോഗികമായി പരാതി കൊടുക്കും, അദ്ദേഹത്തിനെതിരെ കേസിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ നടപടി സ്വീകരിക്കണമെന്നാണ് ഒന്നാമത്തെ ആവശ്യം. അത് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം, മഞ്ചേശ്വരത്ത് 18 വയസ്സ് പൂർത്തിയായ ആളുകളെ ഈ രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷൻ കോടിക്കണക്കിന് രൂപ ചെലവിട്ട് പരസ്യം നൽകി എല്ലാവരുടെയും വോട്ട് ഉറപ്പുവരുത്താനുള്ള ക്യാമ്പയിൻ ക്യാമ്പസുകളിൽ ഗ്രാമങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മണ്ഡലത്തിലും ധാരാളം ആളുകൾ വോട്ടിന് അപേക്ഷിക്കാൻ വേണ്ടി ഞങ്ങളും സപ്പോർട്ട് ചെയ്ത് എല്ലാവരും വോട്ടിന് അപേക്ഷിച്ചു. BLO പരിശോധനയിൽ കറക്റ്റ് എന്ന് തെളിഞ്ഞു, താലൂക്ക് പരിശോധന കഴിഞ്ഞു, ജില്ലാ കളക്ടറേറ്റ് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഫൈനല്ല എന്ന കാരണം കൊണ്ട് നിരസിക്കുകയാണ്. എത്ര ആളുകളാണ് അതിന്റെ പേരിൽ ഹിയറിംഗിന് എത്തിയിട്ടുണ്ട്? അത് മാത്രമല്ല, ഡോക്യുമെന്റ്സ് കൃത്യമായി അപ്ലോഡ് ചെയ്തതിനു ശേഷം നിസ്സാര കാര്യം പറഞ്ഞ് അവരുടെ വോട്ടുകൾ കാസർഗോഡ് ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് തള്ളുകയാണ്. മലബാറിലെ റെയിൽവേ മേഖലയിലെ പ്രശ്നങ്ങൾ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി നേരിൽ കണ്ട് ചർച്ച നടത്തി രാജ്മോഹൻ ഉണ്ണിത്താൻ MP. വിഷയത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രിയിൽ നിന്നും ഉറപ്പു ലഭിച്ചതായി രാജ്മോഹൻ ഉണ്ണിത്താൻ അറിയിച്ചു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം പരിധിയിൽ വരുന്ന വിവിധ റെയിൽവേ സ്റ്റേഷനുകളുടെയും പൊതുവിൽ ട്രെയിൻ സ്റ്റോപ്പുകളടക്കം റെയിൽവേ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങളും പരാതികളും ആവശ്യങ്ങളും മറ്റും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി നേരിൽ കണ്ട് ചർച്ച നടത്തി നിവേദനം കൈമാറിയതായും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രിയിൽ നിന്നും ഉറപ്പു ലഭിച്ചതായി MP രാജ്മോഹൻ ഉണ്ണിത്താൻ അറിയിച്ചു. കോവിഡിന് അനുബന്ധമായി നിർത്തലാക്കിയ വിവിധ ട്രെയിനുകൾ ദുർബലമായ കാരണങ്ങൾ പറഞ്ഞ് പുനഃസ്ഥാപിക്കാതിരിക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് തെക്കോട്ടുള്ള നിസാമുദ്ദീൻ, എറണാകുളം, ലക്ഷദ്വീപ്, മംഗള എക്സ്പ്രസ് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിർത്താത്തതും, ചെറുവത്തൂരിൽ വെസ്റ്റ് കോസ്റ്റ് കണ്ണപുരത്ത് ഒരു ഭാഗത്തേക്ക് മാത്രം നിർത്തലാക്കിയതും, 2018 നിർത്തലാക്കിയ ബൈന്ദൂർ മൂകാംബിക ട്രെയിൻ തുടങ്ങിയവ ഉടനടി പുനഃസ്ഥാപിക്കുക. പുതുതായി ആരംഭിച്ച അമൃത് ഭാരത് ട്രെയിനിന് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം പരിധിയിൽ പ്രധാന സ്റ്റേഷനുകളിൽ കൂടി അധികമായി സ്റ്റോപ്പുകൾ അനുവദിക്കുക. പുതിയ സ്റ്റോപ്പിനു വേണ്ടി നാളിതുവരെ നൽകിയ നിവേദനങ്ങൾ പരിശോധിച്ച് ഏറ്റവും പെട്ടെന്ന് തന്നെ അനുകൂലമായ തീരുമാനം കൈക്കൊള്ളണമെന്ന ശക്തമായ ആവശ്യം പരിഗണിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയതായി MP പറഞ്ഞു. നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ കാഞ്ഞങ്ങാട്, നീലേശ്വരം എന്നീ സ്റ്റേഷനുകൾ അമൃത് ഭാരത് സ്റ്റേഷനായി ഉയർത്താനുള്ള നടപടികൾ ദ്രുതഗതിയിലാക്കണം. കേന്ദ്രം പ്രഖ്യാപിച്ച 400 വന്ദേ ഭാരത് ട്രെയിനുകളിൽ കേവലം 3 ട്രെയിനുകൾ മാത്രമാണ് കേരളത്തിനുള്ളത്. സഭയിൽ മന്ത്രി ഉറപ്പു നൽകിയതുപോലെ പുതിയ വന്ദേ ഭാരത് ട്രെയിൻ കോയമ്പത്തൂർ മംഗലാപുരം റൂട്ടിൽ ആരംഭിക്കുന്നതടക്കം കൂടുതൽ ട്രെയിനുകൾ കേരളത്തിന് അനുവദിക്കണം. കൂടാതെ അന്ത്യോദയ എക്സ്പ്രസ് ദിനേന ആരംഭിക്കുക. സാധ്യമായ ട്രെയിനുകൾ മംഗലാപുരം വരെ നീട്ടുക. ഗോവ മംഗലാപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒഴിവാക്കാൻ കോഴിക്കോട് വരെയോ കണ്ണൂർ വരെയോ നീട്ടുക. കോഴിക്കോട് അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് കാസർഗോട്ടേക്കോ മംഗലാപുരത്തേക്കോ മെമു ട്രെയിൻ ആരംഭിക്കുകയോ കണ്ണൂർ മഞ്ചേശ്വരം മെമു ട്രെയിൻ സർവീസ് ആരംഭിക്കുകയോ ചെയ്യുക. മംഗലാപുരം രാമേശ്വരം ട്രെയിൻ യാഥാർത്ഥ്യമാക്കുക. 30 ഏക്കറിലധികം സ്ഥലമുള്ള കുമ്പള റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിച്ച് ടെർമിനൽ സ്റ്റേഷനാക്കുക. പ്രധാനമന്ത്രി പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത റെയിൽവേ മേൽപ്പാലങ്ങൾ പ്രവൃത്തി പൂർത്തീകരിക്കുക. തൃക്കരിപ്പൂർ പ്രദേശത്തെ മേൽപ്പാലങ്ങൾ ബിരിച്ചേരി, വെള്ളപ്പ് എന്നിവയ്ക്കുള്ള GAD അപ്രൂവൽ ഉടനടി നൽകുക. കാസർഗോഡ് മണ്ഡലത്തിലെ മിക്കവാറും എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ആവശ്യത്തിന് മേൽക്കൂര ഷെൽട്ടറുകളില്ലാത്തതിനാൽ മഴക്കാലത്തും ചൂടുകാലത്തും ട്രെയിൻ യാത്രക്കാർ ദുരിതത്തിലാകുന്നതിനും അറുതി വരുത്തണമെന്നും പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ പ്രഖ്യാപിച്ച ഹൈസ്പീഡ് റെയിൽവേ ലൈൻ പ്രപ്പോസൽ പ്രകാരം കണ്ണൂരിന് ശേഷം കാസർഗോഡ് അല്ലെങ്കിൽ മംഗലാപുരം വരെയാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടതായി MP പറഞ്ഞു. മന്ത്രിക്ക് നേരിട്ട് നിവേദനങ്ങൾ നൽകി ചർച്ചകൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട റെയിൽവേ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഏറ്റവും വേഗത്തിലുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് ശുഭപ്രതീക്ഷയുണ്ടെന്നും MP അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
റാങ്ക് ഹോൾഡേഴ്സിനോട് സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് KSUവിന്റെ നേതൃത്വത്തിൽ മിന്നൽ സമരം. കാസർഗോഡ് PSC ഓഫീസിലേക്കായിരുന്നു പ്രതിഷേധം. PSC ഓഫീസ് താഴിട്ട് പൂട്ടാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. PSC നിയമന സ്തംഭനത്തിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് PSC ഓഫീസിലേക്ക് KSUവിന്റെ നേതൃത്വത്തിൽ മിന്നൽ സമരം നടത്തി. റാങ്ക് ഹോൾഡേഴ്സിനോട് സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് KSU പ്രവർത്തകർ രംഗത്തെത്തിയത്. വെള്ളിയാഴ്ച ഉച്ചയോടെ കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ സ്വകാര്യ കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ PSC ഓഫീസിന് മുന്നിലായിരുന്നു KSU പ്രവർത്തകർ പ്രതിഷേധം നടത്തിയത്. നിയമനങ്ങളൊന്നും നടത്താത്ത ഓഫീസ് തുറന്നിരിക്കേണ്ടതില്ലെന്നും താഴിട്ട് പൂട്ടുമെന്നും KSU പ്രവർത്തകർ വ്യക്തമാക്കി. തുടർന്ന് പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവർ ഓഫീസ് താഴിട്ട് പൂട്ടുവാനായി ഒരുങ്ങി. എന്നാൽ കെട്ടിടത്തിന്റെ മുകളിലേക്ക് കടക്കുവാൻ ശ്രമിച്ച പ്രവർത്തകരെ ടൗൺ പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു. നേതാക്കളിവിടെ എത്തിയത് ആ പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിലുള്ള സ്വകാര്യ കെട്ടിടത്തിലാണ് ഇപ്പോൾ PSC ഓഫീസ് പ്രവർത്തിക്കുന്നത്. അതിന്റെ 3-ാമത്തെ നിലയിലാണ് PSC ഓഫീസ്. ഇങ്ങനെ ഒരു പണി കൊടുക്കാൻ പറ്റുന്ന പിന്നെ എന്തിനാണ് നാടകം പോലെ PSC പരീക്ഷ നടത്തുന്നത്? 1, 2, 10 റാങ്ക് തരാൻ ആൾക്ക് വീട്ടിൽ നിന്ന് ഇത് നോക്കി എത്ര കുടുംബങ്ങളുടെ പ്രതീക്ഷയാണ്, എത്ര പേര് ആത്മഹത്യ ചെയ്തു, എന്നിട്ടും ഇതേപോലത്തെ സ്ഥിതിയിൽ ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. 1-ാം റാങ്ക് കിട്ടിയ ആളുകൾക്ക് ഇവിടെ ജോലിയില്ല. 1-ാം റാങ്ക് കിട്ടിയ ഈ പോലീസുകാർ ഇവിടെ നമ്മളെ സമരം തടയുന്നുണ്ടല്ലോ. ഇവരൊക്കെ വീട് സേഫായി. പക്ഷേ പഠിച്ചിട്ട് 1-ാം റാങ്ക് നേടിയ ആളുകൾക്ക് ഇതുവരെ ജോലി 2-3 വർഷമായിട്ട് ജോലി നൽകാൻ ഇവിടുത്തെ സർക്കാരിന് പറ്റിയിട്ടില്ല. അതിനെതിരെയാണ് ഇവിടെ സമരം ചെയ്യുന്നത്. നിങ്ങൾ ആർക്കാ കാവലിക്കുന്നത്? അയ്യപ്പന്റെ സ്വർണം പോലും മോഷ്ടിക്കുന്ന പിണറായി വിജയനാണ് നിങ്ങൾ കാവൽ നിൽക്കുന്നത്. ഇതിനെ പോലും പിണറായി വിജയന്റെ വാലാട്ടി പട്ടികളെ നാണമില്ല നിങ്ങൾക്ക്. സ്വർണ്ണം കക്കാനും കീശം വയറ് വീർപ്പിക്കാൻ ആൾക്കാരുണ്ട്. ഈ പഠിച്ച് പണിയെടുത്ത വിദ്യാർത്ഥികൾക്ക് ജോലി എടുക്കുന്ന സംവിധാനങ്ങളുണ്ട്. ഒരു 3 മാസം കൂടി ആയിട്ടുള്ളൂ. KSU ജില്ലാ പ്രസിഡന്റ് ജവാദ് പുത്തൂരിന്റെ നേതൃത്വത്തിൽ 10ഓളം KSU പ്രവർത്തകരാണ് പ്രതിഷേധം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അഡ്വക്കേറ്റ് PVK നമ്പൂതിരി ഫൗണ്ടേഷൻ കാസർഗോഡ് ജില്ലാ കനിവ് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് മാരുതി ഇക്കോ ഹോം കെയർ വാഹനം കൈമാറി. കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് PVK നമ്പൂതിരി ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി PV രവീന്ദ്രൻ വാഹനം കൈമാറി. CH കുഞ്ഞമ്പു MLA വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. അഡ്വക്കേറ്റ് PVK നമ്പൂതിരി ഫൗണ്ടേഷന്റെ വക കാസർഗോഡ് ജില്ലാ കനിവ് പാലിയേറ്റീവ് സൊസൈറ്റിക്ക് ഹോം കെയർ വാഹനം കൈമാറി. ഹോം കെയറിനായി മാരുതി ഇക്കോ വാഹനമാണ് കൈമാറിയത്. ഉദ്ഘാടനത്തിന് മുന്നോടിയായി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നടന്നു. ഉദുമ MLA CH കുഞ്ഞമ്പു വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. സഹജീവികളോടുള്ള കരുണയും കരുതലും കാവലുമായി കനിവ് പാലിയേറ്റീവ് ചാരിറ്റബിൾ സൊസൈറ്റി ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ പുതിയ അധ്യായം രചിക്കുകയാണ്. കാസർഗോഡ് ജില്ലാ കനിവ് പാലിയേറ്റീവ് സൊസൈറ്റിക്ക് അഡ്വക്കേറ്റ് PVK നമ്പൂതിരി ഫൗണ്ടേഷൻ നൽകുന്ന ഹോം കെയർ വാഹനം
സാബു ഇബ്രഹാം, കാസർഗോഡ് നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി ഷാഹിദ സലീം എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് തുടർന്ന് കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വാഹനം കൈമാറുന്ന പരിപാടി സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ MLA എം രാജഗോപാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 3-4 മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഫൗണ്ടേഷൻ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. കാസർഗോഡിൻ്റെ ഒരു വ്യത്യസ്തമായ മറ്റ് പ്രദേശങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സങ്കീർണതകളുള്ള ഒരു പ്രദേശമാണ്, നഗരപ്രദേശമാണെന്ന് നമുക്കറിയാം, അത് നമ്മൾ ഓർക്കണം. എന്നാൽ അതിനെയെല്ലാം മറികടക്കാനും അതിനെല്ലാം നിന്ന് വിട്ടുമാറി ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ സഹായകരമായ രീതിയിൽ സമൂഹവുമായി ബന്ധപ്പെടുന്ന എല്ലാ തലങ്ങളിലും ഒരു സാന്നിധ്യം ഉറപ്പുവരുത്താനുള്ള പ്രവർത്തനമാണ് ഈ PVK ഫൗണ്ടേഷൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിയമം, വിജ്ഞാനം, അതുപോലെ സാംസ്കാരിക ഇടപെടലുകൾ, അതുപോലെ തന്നെ ലൈഫ് അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള മേഖല, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിലെ ഇടപെടലുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു സംഘടനാ പ്രസ്ഥാനം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഈ ജീവകാരുണ്യപരമായ പ്രവർത്തനം അല്ലെങ്കിൽ ഇത്തരം സാമൂഹ്യ പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്ന ഇത്തരം ശ്രമങ്ങളെല്ലാം ആ ഫൗണ്ടേഷന്റെ പ്രവർത്തന ലക്ഷ്യങ്ങളുടെ ഭാഗം കൂടിയാണ്. അതുകൊണ്ടാണ് ഈ ഫൗണ്ടേഷനും കനിവും തമ്മിലുള്ള ദൂരം കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് കഴിയുന്നത്. പ്രൗഢമായ ചടങ്ങിൽ അഡ്വക്കേറ്റ് PVK നമ്പൂതിരി ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി PV രവീന്ദ്രൻ വാഹനം കൈമാറി. കനിവ് പാലിയേറ്റീവ് സൊസൈറ്റി ജില്ലാ ചെയർമാൻ KV കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് US ബാലൻ, AM അബ്ദുൽ ഖാദർ, P ദാമോദരൻ, അഡ്വക്കേറ്റ് PV ജയരാജൻ എന്നിവർ സംസാരിച്ചു. പാലിയേറ്റീവ് നഴ്സുമാർക്കുള്ള യൂണിഫോം അഡ്വക്കേറ്റ് PV ജയരാജൻ കൈമാറി. ഷീബ, സിന്ധു, വളണ്ടിയർമാർക്കുള്ള മോട്ടിവേഷൻ ക്ലാസ് കമൽ സുരേഷ് കൈകാര്യം ചെയ്തു. കനിവ് പാലിയേറ്റീവ് സൊസൈറ്റി ജില്ലാ സെക്രട്ടറി PP സുകുമാരൻ സ്വാഗതവും ഏരിയ സെക്രട്ടറിയും കോർഡിനേറ്ററുമായ PV കുഞ്ഞമ്പു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മലയോര ഹൈവേയിലെ അശാസ്ത്രീയത മൂലമുള്ള അപകട പരമ്പര. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 24 മണിക്കൂർ ഉപവാസം ആരംഭിച്ചു. മലയോര ഹൈവേയിലെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം അപകടങ്ങൾ തുടർക്കഥയാവുകയും അപകടത്തിൽപ്പെട്ട് നിരവധി പേരുടെ ജീവൻ പൊലിഞ്ഞിട്ടും അധികൃതർ കാണിക്കുന്ന നിസ്സംഗതയ്ക്കെതിരെ ബഹുജന പങ്കാളിത്തത്തോടെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള 24 മണിക്കൂർ ഉപവാസം ആരംഭിച്ചു. ബളാൽ, വെസ്റ്റളേരി, ഈസ്റ്റളേരി പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികളും പ്രവർത്തകരും പങ്കെടുക്കുന്ന ഉപവാസം DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. മലയോര ഹൈവേ എന്ന് പറയുന്നത് മലയോര മേഖലയിലെ വികസനത്തിന്റെ മുഖച്ഛായ മാറ്റുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സ്വാഭാവികമായും ഈ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി അപാകതകൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ അപാകതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ദൗത്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മലയോരത്തെ കോൺഗ്രസിന്റെ നേതാക്കളുടെ നേതൃത്വത്തിൽ ഈ നിരാഹാര സമരം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. മലയോര ഹൈവേ അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായത് UDF ഭരണകാലത്താണെന്ന് അദ്ദേഹം പറഞ്ഞു. സമരസമിതി ചെയർമാൻ ടോമി പ്ലാച്ചേരി അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രാജു കട്ടക്കയം, DCC വൈസ് പ്രസിഡന്റുമാരായ BP പ്രദീപ് കുമാർ, PG ദേവ്, ജനറൽ സെക്രട്ടറിമാരായ PV സുരേഷ്, ഹരീഷ് P നായർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മേഴ്സി മാണി, A ലത, മണ്ഡലം പ്രസിഡന്റുമാരായ പ്രമോദ് മക്കാക്കോടൻ, MP ജോസഫ്,
ജോർജ് കരിമഠം, ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഉമേശൻ ബേളൂർ, ജോയ് ജോസഫ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ബിൻസി ജെയിൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AV ഭാസ്കരൻ, ഈസ്റ്റളേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർജ് മുത്തോലി, KPCC അംഗം മീനാക്ഷി ബാലകൃഷ്ണൻ, CV ഭാവന തുടങ്ങിയവർ സംസാരിച്ചു. കാറ്റാൻകവലയിൽ നിന്നും വള്ളിക്കടവിലേക്ക് വരുന്ന ചെങ്കുത്തായ ഇറക്കത്തിൽ മറ്റപ്പള്ളി വളവിലെ റോഡിന് വീതി കൂട്ടി അവിടുത്തെ ലെവൽസിലും അലൈൻമെന്റ്സിലും വന്നിരിക്കുന്ന അപാകതകൾ പരിഹരിക്കുക. ചുള്ളി മരുതോംതട്ട് കാറ്റാൻകവല വനമേഖലയിലെ മലയോര ഹൈവേയുടെ പണി ഉടൻ പുനരാരംഭിക്കുക. ഇടിത്തട്ട് എസ് വളവിലും അതിന് താഴെയും ലെവൻസിലും അലൈൻമെന്റിലും വന്ന അപാകതകൾ പരിഹരിക്കുക. മലയോര ഹൈവേയിൽ വള്ളിക്കടവിലെ ചൈത്രവാഹിനി പുഴയ്ക്ക് കുറുകെ അനുവദിച്ച പാലത്തിന്റെ പണി എത്രയും വേഗം ആരംഭിക്കാനും സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുക. മലയോര ഹൈവേയിൽ സ്ഥാപിച്ചിരിക്കുന്ന സോളാർ സ്ട്രീറ്റ് ലൈറ്റ് പകുതിയും പ്രകാശിക്കുന്നില്ല. അത് നന്നാക്കി പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. മലയോര ഹൈവേയുടെ പണി പൂർത്തിയായ സ്ഥലങ്ങളിൽ റോഡ് മാർക്കിംഗ് നടത്തി സൈൻ ബോർഡുകൾ സ്ഥാപിക്കുക. മലയോര ഹൈവേയുടെ തകർച്ച ഇല്ലാതാക്കാൻ റോഡിന്റെ ഇരുവശങ്ങളിലും കോൺക്രീറ്റ് പിച്ചിംഗ് നടത്തുക. ചെറുപുഴ ചിറ്റാരിക്കൽ റീച്ചിലെ ലെവൽസിൽ വന്ന അപാകതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപവാസം. ന്യൂസ് ബ്യൂറോ, കൊന്നക്കാട്. കാസർഗോഡിന്റെ ഗോത്രവീര്യം കാൽപന്ത് കളിക്കളത്തിൽ മാറ്റുരയ്ക്കുന്ന വടക്കിനംഗം ജില്ലാതല ട്രൈബൽ ഫുട്ബോൾ ടൂർണമെന്റ് ചിറപ്പുറം മിനി സ്റ്റേഡിയത്തിൽ നടന്നു. തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. കാടിന്റെ കരുത്തും നാടിന്റെ സ്പോർട്സ് ആവേശവും ഒത്തുചേർന്നപ്പോൾ നീലേശ്വരത്തെ മൈതാനം അക്ഷരാർത്ഥത്തിൽ ഒരു കായിക മാമാങ്കത്തിന് വേദിയായി. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിലാണ് 2 ദിവസത്തെ കായികമേള സംഘടിപ്പിച്ചത്. ജില്ലയിലെ വിവിധ ട്രൈബൽ മേഖലകളിൽ നിന്നുള്ള 17 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു. കേവലം ഒരു മത്സരം എന്നതിലുപരി ഗോത്രവർഗ യുവാക്കളുടെ കായിക അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് മുഖ്യധാരയിൽ കൂടുതൽ അവസരങ്ങൾ ഒരുക്കാനുമാണ് വടക്കിനംഗം സംഘടിപ്പിച്ചത്. മത്സരങ്ങളിൽ പുരുഷ വനിതാ ടീമുകൾ പ്രത്യേകമായി മാറ്റുരച്ചു. ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ടീമുകൾക്ക് വയനാട്ടിലെ മാനന്തവാടിയിൽ ഫെബ്രുവരി 26 മുതൽ മാർച്ച് 2 വരെ നടക്കുന്ന സംസ്ഥാനതല ട്രൈബൽ ഫുട്ബോൾ മത്സരത്തിൽ ജില്ലയെ പ്രതിനിധീകരിക്കാം. തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ PM സന്ധ്യ, ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട്, ADMC ഹരിദാസ് D, DPM മനു S തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. ADMC കിഷോർ കുമാർ KM സ്വാഗതവും DPM രത്നേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഷിറിയയിൽ വീടിന് തീപിടിച്ച സംഭവം. രക്ഷാപ്രവർത്തനങ്ങളിൽ വന്ന വീഴ്ച അന്വേഷിക്കണമെന്ന് ഷിറിയ ഗ്രാമവികസന സമിതി. കഴിഞ്ഞ ജനുവരി 9-നാണ് ഷിറിയ ബത്തേരി റോഡിൽ മൊയ്തീൻ കുട്ടി സീമാൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഓടുമേഞ്ഞ വീടിന് തീപിടിച്ചത്. ഷിറിയയിൽ വീടിന് തീപിടിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനങ്ങളിൽ അധികൃതർക്ക് സംഭവിച്ച വീഴ്ച അന്വേഷിക്കണമെന്ന് ഷിറിയ ഗ്രാമവികസന സമിതി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ജനുവരി 9-നാണ് ഷിറിയ ബത്തേരി റോഡിൽ മൊയ്തീൻ കുട്ടി സീമാൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഓടുമേഞ്ഞ വലിയ വീടിന് തീപിടിച്ചത്. ആയിഷ എന്ന സ്ത്രീയും ഒരു കുട്ടിയും താമസിച്ചു വരുന്ന വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. മണിക്കൂറുകളോളം കഴിഞ്ഞാണ് അഗ്നിശമന സേന സംഭവസ്ഥലത്തെത്തിയത്. റെയിൽവേ ഗേറ്റ് അടഞ്ഞുകിടന്നതുകൊണ്ടാണ് അഗ്നിശമന സേന സംഭവസ്ഥലത്തെത്താൻ താമസിച്ചത് എന്നാണ് നാട്ടുകാർക്ക് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. തൊട്ടയലത്ത് സ്ഥിതി ചെയ്യുന്ന കുമ്പള തീരദേശ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പോലും സ്ഥലത്തെത്തിയില്ല. ഈ സംഭവങ്ങളുടെ സത്യാവസ്ഥ അന്വേഷിക്കണമെന്ന് ഷിറിയ ഗ്രാമവികസന സമിതി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി, കാസർഗോഡ് MP, മഞ്ചേശ്വരം, കാസർഗോഡ് ഉദുമ മണ്ഡലം MLA-മാർ, ജില്ലാ കളക്ടർ എന്നിവർക്ക് നിവേദനം നൽകി. ദേശീയപാത 6 വരിപ്പാതയായി വികസിപ്പിച്ചതോടെ ഷിറിയ ഗ്രാമം 2ആയി വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഷിറിയ തീരദേശ പ്രദേശത്തേക്ക് കിഴക്ക് ഭാഗത്തുള്ളവർക്ക് എത്താനും തിരിച്ചും വലിയ വെല്ലുവിളികൾ നേരിടുകയാണ്. തീരദേശത്തുള്ള KG ക്ലാസുകൾ മുതൽ ഹയർ സെക്കൻഡറി ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സ്കൂളിലെത്താനുള്ള സംവിധാനം പോലും അടഞ്ഞുകിടക്കുകയാണ്. ഇതിനൊരു പരിഹാരമായി ഒരു മേൽപ്പാലം വേണമെന്ന് നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെട്ടു വരികയാണ്. എന്നാൽ ഈ ആവശ്യങ്ങൾ അധികൃതർ ഇതുവരെ ചെവികൊണ്ടിട്ടില്ല. ഷിറിയ നിവാസികളുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കൊല്ലങ്ങളോളമായി ഷിറിയയിൽ ഒരു മേൽപ്പാലം നിർമ്മിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ നിവേദനങ്ങളും മന്ത്രിമാരെ
മന്ത്രിമാർക്ക് നിവേദനം കൊടുക്കലും MP-യും MLA-യും ആയി ബന്ധപ്പെടലും എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. സിറിയ എന്ന് പറയുന്ന നാട് സേഫ്റ്റി അല്ല. പല കാരണം കൊണ്ടും ജനങ്ങൾക്ക് അപ്പുറത്ത് പോകാൻ പറ്റുന്നില്ല. സുനാമി എപ്പോഴും വരാനുള്ള സാധ്യതയുണ്ട്. തീ പിടിച്ചെങ്കിൽ ഫയർഫോഴ്സ് പോകാൻ പറ്റുന്നില്ല. എമർജൻസി ആംബുലൻസ് പോകാൻ പറ്റുന്നില്ല. അതിനുള്ള ഒരു നടപടി സ്വീകരിച്ച് മേൽപ്പാലം അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് 1.5 കൊല്ലത്തോളമായി നമ്മൾ നിവേദനങ്ങൾ കൊടുക്കുന്നത്. അങ്ങനെ വേണ്ടതുപോലെ ആരും ഗൗനിച്ചില്ല. അബ്ബാസ് ഓണന്ത, മഷൂദ് ഷിറിയ, മുഹമ്മദ് മേർക്കള എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഷിറിയ. ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങൾ കേന്ദ്ര സർക്കാർ റദ്ദു ചെയ്യുകയാണെന്നാരോപിച്ച് SDPI തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൗരാവകാശ ജാഥ നടത്തി. 15 കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച ജാഥ വൈകുന്നേരത്തോടെ തൃക്കരിപ്പൂർ ടൗണിൽ സമാപിച്ചു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയ SIR വോട്ടർ പട്ടിക പരിഷ്കാരത്തിലൂടെ ആയിരക്കണക്കിന് പൗരന്മാരുടെ വോട്ടവകാശം ഇല്ലാതാക്കിയത് വിവേചനപരമാണെന്ന് ആരോപിച്ചാണ് സംഘടന പൗരാവകാശ ജാഥ സംഘടിപ്പിച്ചത്. നീലേശ്വരം തൈക്കടപ്പുറം ബോട്ട് ജെട്ടി പരിസരത്ത് നിന്നും ആരംഭിച്ച ജാഥ മണ്ഡലത്തിലെ 15 കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് തൃക്കരിപ്പൂർ ടൗണിൽ സമാപിച്ചു. സമാപന പൊതുയോഗം SDPI കാസർഗോഡ് ജില്ലാ ട്രഷറർ TI ഹാഷിഫ് ഉദ്ഘാടനം ചെയ്തു. നാളെ ലീവാണ്, ഞങ്ങൾ വരൂല. ഞാൻ ചോദിച്ചു എന്താ കാരണം? നാളെ പണിമുടക്കാണ്. എന്താണ് നിങ്ങളുടെ ഈ പണിമുടക്കിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ സാധാരണ വർഷത്തിൽ ഒരു ലീവ് ഞങ്ങൾക്ക് ഇങ്ങനെ പണിമുടക്കി ഈ ഓണം, റംസാൻ, അതുപോലെ പെരുന്നാളിനും ക്രിസ്മസിനൊക്കെ ഉള്ളതുപോലെ ഒരു ലീവ് അതുപോലെയാണ് പാവങ്ങൾ കണക്കൂട്ടിയിട്ടുള്ളത്. അതായത് ഈ സമരം എന്തിനാണെന്നോ ഈ പ്രതിഷേധം എന്തിനാണെന്നോ അല്ലെങ്കിൽ ഈ പണിമുടക്ക് എന്തിനാണെന്നോ അവർക്കറിയില്ല പാവങ്ങൾക്ക്. എന്ന് മാത്രമല്ല, ഇന്ന് രാജ്യത്ത് അംബാനിയുടെയും അദാനിയുടെയും ഒക്കെ മാനേജറായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ ഒരു പ്രതിഷേധവും ആരും ഇവിടെ കാണിക്കുന്നതായി നമ്മൾ കാണാറില്ല. ജാഥ ക്യാപ്റ്റൻ MTP റഫീഖ് അധ്യക്ഷത വഹിച്ചു. KA അഷ്കർ കളമശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി ഷെരീഫ് പടന്ന, സെക്രട്ടറി റൈഹാന അബ്ദുള്ള, മുഹമ്മദ് കുഞ്ഞി മാവിലാടം, VP അസ്ലം, PM ഇഷ്ഹാബ്, KVP സാബിർ, MV ഷൗക്കത്ത് എന്നിവർ സംസാരിച്ചു. നീലേശ്വരം തൈക്കടപ്പുറത്ത് പൗരാവകാശ ജാഥ SDPI കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് P ലിയാക്കത്തലിയാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. എംമാർക്ക് TVS 2-വീലർ ഷോറൂം കാസർഗോഡ് ചെമ്മനാട്ട് തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പ്രവർത്തനം ആരംഭിക്കും. 1970 മുതൽ കാസർഗോഡ് ജില്ലയിൽ വ്യാപാര മേഖലയിൽ സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന KGT ആൻഡ് KE കമ്പനി ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ വ്യാപാര ശൃംഖലയിലേക്ക് തിലകക്കുറിയായാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ TVS 2-വീലർ ഷോറൂം ചെമ്മനാട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത്. 1970 മുതൽ കാസർഗോഡ് ജില്ലയിൽ വ്യാപാര മേഖലയിൽ സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന KGT ആൻഡ് KE കമ്പനി ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ വ്യാപാര ശൃംഖലയിലേക്ക് തിലകക്കുറിയായി സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ TVS 2-വീലർ ഷോറൂമായ എംമാർക്ക് TVS 2-വീലർ ഷോറൂം കാസർഗോഡ് ചെമ്മനാട്ട് തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പ്രവർത്തനം ആരംഭിക്കും. സയ്യിദ് അലി തങ്ങൾ കുമ്പോലിൻ്റെ സാന്നിധ്യത്തിൽ ഉദ്ഘാടന ചടങ്ങിന് തുടക്കം കുറിക്കുമെന്ന് എംമാർക്ക് മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. TVS മോട്ടോർ കമ്പനി ലിമിറ്റഡ് കേരള ഓപ്പറേഷൻസ് ഹെഡ് പ്രസാദ് കൃഷ്ണ ഷോറൂം ഉദ്ഘാടനം ചെയ്യും. കേരള സർവീസ് മാനേജർ ഗോവി മഹാലിംഗം, പാർട്സ് മാനേജർ കുലശേഖരൻ, ടെറിറ്റോറി സെയിൽസ് മാനേജർ ധീരജ് സുധീർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. കൂടാതെ ജില്ലയിലെ MLA-മാർ, പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ജനപ്രതിനിധികൾ, വാർഡ് മെമ്പർ, വ്യാപാര മേഖലയിലെ നേതാക്കൾ, നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിക്കും. 1970 മുതൽ ACC സിമന്റ് കമ്പനിയുടെ ജില്ലയിലെ മുഖ്യ വിതരണക്കാരായി പ്രവർത്തനമാരംഭിച്ച KGT ആൻഡ് KE കമ്പനി വൈവിധ്യവൽക്കരണത്തിലൂടെ സിമന്റ് വിതരണത്തിനൊപ്പം നിർമ്മാണ മേഖലയിൽ ആവശ്യമായ ഉൽപ്പന്നങ്ങളുടെ വിതരണവും അപ്ലയൻസസ് വിതരണം, വാഹനങ്ങളുടെ ബാറ്ററികൾ, വാഹനങ്ങൾക്കുള്ള എൻജിൻ ഓയിൽ, LPG ഗ്യാസ് തുടങ്ങി ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ ചാനൽ പാർട്ട്ണറായി പ്രവർത്തിക്കുകയാണ്.
വിവിധ കമ്പനികളിൽ നിന്നും കസ്റ്റമേഴ്സ് സാറ്റിസ്ഫാക്ടറി അവാർഡുകൾ ഉൾപ്പെടെ വിതരണ മികവിനും മികച്ച സർവീസുകൾക്കും അവാർഡുകളും ആദരവുകളും കരസ്ഥമാക്കുവാൻ KGT & KE കമ്പനി സ്ഥാപനങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. TVS ടു വീലർ കമ്പനിയുടെ ഏറ്റവും വിശാലമായ ഷോറൂം എന്നതിലുപരി ജില്ലയിലെ മെയിൻ ഡീലർ എന്ന നിലയിലും വിശാലമായ ഷോറൂം, വിശാലമായ പാർക്കിംഗ്, മികച്ച സെലക്ഷൻ സൗകര്യം, ഉന്നത നിലവാരമുള്ള സ്പെയർ പാർട്സ്, അതിനൂതനമായ സ്മാർട്ട് സർവീസ് സെന്റർ കൂടാതെ TVS കമ്പനിയിൽ നിന്നും പരിശീലനം ലഭിച്ച വിദഗ്ധരായ മെക്കാനിക്കുകൾ എന്നിവരുടെ സേവനം എംആർക്ക് TVS ടു വീലർ ഷോറൂമിൽ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. MR TVS എന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇരുചക്രവാഹന ഷോറൂമാണ്. നമ്മൾ ഇങ്ങനെയൊരു ഷോറൂം, ഇങ്ങനെയൊരു ഡീലർഷിപ്പ് ആരംഭിച്ചത് വെറും ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും നല്ല സേവനം കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പം ഇരുചക്രവാഹനങ്ങൾ ഒരുപാടുണ്ട്, കമ്പനീസ് ഒരുപാടുണ്ട്. അപ്പോൾ നമ്മളത് ഏറ്റവും എന്താ പറയുക, ഏറ്റവും മോഡേൺ ആയിട്ടുള്ള, ഏറ്റവും ആധുനിക രീതിയിലുള്ള ഒരു ഷോറൂം തന്നെയാണ് നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇപ്പം സെയിൽസിന്റെ സ്റ്റാഫ് ആണെങ്കിലും സർവീസിന്റെ ആണെങ്കിലും സ്പെയർ പാർട്സ് ആണെങ്കിലും എല്ലാവരും TVSന്റെ സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയിട്ട് നമ്മൾ നിങ്ങൾക്കായി വെക്കേഷൻ ചെയ്യുന്നതാണ്. അപ്പം പിന്നെ ഇരുചക്രവാഹന രംഗത്ത് TVS എന്ന് വെച്ചാൽ ഇപ്പൊ കാസർഗോഡിന്റെ കാര്യം പറഞ്ഞെങ്കിൽ കാസർഗോഡ് ഒരു 100 ഇരുചക്രവാഹനം വെക്കുമ്പോൾ അതിൽ 40 TVSന്റെയാണ്. അതാണ് TVSന്റെ വളർച്ച എന്ന് പറയുന്നത്. TVS ഇന്ന് ഒരുപാട് എന്താ പറയുന്നത്, ഇന്ത്യയിൽ ഒരുപാട് ഉയരങ്ങളിലെത്തിയ ഒരു ഇരുചക്ര നിർമ്മാതാക്കളാണ്. അപ്പം അങ്ങനെ ഒരു TVSന്റെ ഒരു ഭാഗമാകാൻ പറ്റിയത് എംആർക്ക് നമ്മളെ ഈ ബിസിനസ്സിന് നമുക്ക് ഭയങ്കര അഭിമാനമുണ്ട്. പിന്നെ ജെനുവിൻ പാർട്സ്, പിന്നെ ഏറ്റവും നല്ല സർവീസ്, ഏറ്റവും നല്ല സൗകര്യങ്ങൾ, അതുപോലെ തന്നെ പാർക്കിംഗ്. ഇന്ന് നമുക്ക് എവിടെ പോയാലും പ്രശ്നം പാർക്കിംഗ് ആണ്. അപ്പൊ നമ്മൾ വിശാലമായ ഏറ്റവും നല്ല രീതിയിൽ എല്ലാ സൗകര്യങ്ങളും കൂടി, സെക്യൂരിറ്റി, എല്ലാവിധ സൗകര്യങ്ങളും കൂടിയുള്ള ഒരു പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എംആർക്ക് മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രസിഡന്റ് അബ്ദുൽ സലീം മുണ്ടാങ്കുലം, ചെയർമാൻ മുഹമ്മദ് അലി മുണ്ടാങ്കുലം, മാനേജിംഗ് ഡയറക്ടർ മൊയ്തീൻ മിഥിലാജിയം, KGT & KE ഗ്രൂപ്പ് ഓപ്പറേഷൻസ് ഹെഡ് ശ്രീധരൻ C, എംആർക്ക് മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സഫ്രുദ്ദീൻ S ചെമ്മനാട്, എംആർക്ക് മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ചീഫ് അഡ്വൈസർ ഗോപാലകൃഷ്ണൻ, എംആർക്ക് മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ പ്രവിഷ് വിജയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പാട്ടിന്റെ യൗവനത്തിനുള്ള സംസ്ഥാന അവാർഡ് 79ാമത് വയസ്സിൽ തനിക്ക് ലഭിച്ചെന്ന് പറഞ്ഞപ്പോൾ താൻ വിശ്വസിച്ചില്ലെന്ന് സംഗീത സംവിധായകനും ഗായകനുമായ PS വിദ്യാധരൻ മാസ്റ്റർ പറഞ്ഞു. ചീമേനി ചെമ്പ്രക്കാനത്ത് പുതുതായി അനുവദിച്ച ഗ്രാമീണ വിഷ്വൽ ആർട്ട് ടെറാക്കോട്ട വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. എന്റെ കരളിന്റെ കരിമ്പ് തോട്ടം പൊന്നുകൊണ്ടു വേലി കെട്ടിട്ടും എന്റെ കൽക്കണ്ട കിനാവ് പാപം പൊയ്തെടുത്തതാ. മലയാളിക്ക് പ്രിയങ്കരനായ സംഗീത ചക്രവർത്തി വിദ്യാധരൻ മാഷ് കണ്ണുനട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പുതോട്ടം കട്ടെടുത്തതാരാണ് എന്ന ഗാനം ആലപിച്ചതോടെ വേദിയിലും സദസ്സിലുമുള്ളവർ ഒരുപോലെ കരഘോഷം മുഴക്കി. 8 പതിറ്റാണ്ട് നീണ്ട ജീവിതത്തിനിടയിലെ പഴയകാലത്തെ പാട്ടോർമ്മകൾ ചീമേനി ചെമ്പ്രകാനത്തെ ചടങ്ങിനിടയിൽ വിദ്യാധരൻ മാസ്റ്റർ ഓർത്തെടുത്തു. എൻ്റെ ഗ്രാമം എന്ന സിനിമയ്ക്കായി അദ്ദേഹം ഈണമിട്ട കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ എന്ന പാട്ടിനായി 9 തവണ ടേക്കെടുത്തത് അദ്ദേഹം എടുത്തു പറഞ്ഞു. യേശുദാസ് എന്ന അതുല്യ ഗായകൻ അന്ന് 2 ട്രാക്കുകളാണ് പാടിയത്. 1 മ്യൂസിക്, 2 പാട്ട്. ആ കാലമൊക്കെ മാറി ഇപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യ പുതിയ തലമുറയ്ക്ക് ഏറെ എളുപ്പമാക്കി മാറ്റിയതായി അദ്ദേഹം പറഞ്ഞു. മഹാനായ യേശുദാസ് രാവിലെ 9:30 മണിക്ക് സ്റ്റുഡിയോ വന്ന് രാത്രി 7:30 മണിക്ക് കഴിഞ്ഞു. 9 ടേക്ക്. അന്ന് ട്രാക്കില്ല, ഒരു ട്രാക്ക് മാറ്റി അടുത്ത ട്രാക്ക് യൂസ് ചെയ്യാൻ, അങ്ങനെ മൾട്ടി ട്രാക്ക് യൂസ് ചെയ്യുന്ന സമ്പ്രദായമില്ല. സ്ട്രെയിറ്റ് പാടാൻ 2 ട്രാക്കുണ്ട്, ഒന്ന് വോയിസ്, ഒന്ന് മ്യൂസിക്. ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരു 40 ഓഫീസാണ്, ഏതെങ്കിലും ഒരാൾ സ്കൂൾ വായിക്കുകയോ ഏതെങ്കിലും ഒരു
കോഡ് തെറ്റി വീഴുകയോ ശുചി പഴച്ചു വീഴുകയോ അപ്പം ശ്രദ്ധിച്ചു. എന്നത് രണ്ടാമത്. അങ്ങനെ 9 പരിപൂർണമായി റെക്കോർഡ് ചെയ്ത് 9ാമത്തെ ട്രൈക്കണമൊക്കെ ജീവിതത്തിൽ മക്കളമരത്തിന് നിമിത്തമായിരുന്നു സാഹചര്യമായിരുന്നു. ആ ആളാണ് ഞാൻ നിങ്ങളുടെ കുടിക്കുന്നത്. അത് അത്രയുടെ സന്തോഷത്തോടെ പറയാം. ഉറുമേസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാസർഗോഡ് ജില്ലാ IMA പൊതുജനാരോഗ്യ സംരക്ഷണ ദിനത്തിൽ DM ഓഫീസിലേക്ക് ധർണ നടത്തി. സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ഡോക്ടർ B നാരായണ നായിക് ധർണ ഉദ്ഘാടനം ചെയ്തു. ചെറുകിട ആശുപത്രികളെ സംരക്ഷിക്കുക, പൊതുജനങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ ചികിത്സ ഉറപ്പാക്കുക, 15-ൽ താഴെ കിടക്കകളുള്ള ചെറിയ ആശുപത്രികളെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് പരിധിയിൽ നിന്ന് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കാസർഗോഡ് ജില്ലാ IMA പൊതുജനാരോഗ്യ സംരക്ഷണ ദിനത്തിൽ DMO ഓഫീസ് ധർണ നടത്തി. സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ഡോക്ടർ B നാരായണ നായിക് ധർണ ഉദ്ഘാടനം ചെയ്തു. പൊതുജനാരോഗ്യ സംരക്ഷണ ദിനമായിട്ട് ഇന്ന് ആചരിക്കാൻ കഴിഞ്ഞ സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റിയിലാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ കേരളം എന്നുള്ളത് ഒരു മോഡൽ ഹെൽത്ത് മോഡൽ, കേരള ഹെൽത്ത് മോഡൽ എന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ഇതാണ്. എവിടെ ചെന്നാലും പറയും നമ്മുടെ ഇൻഡീസസ് ഒക്കെ വളരെ ഹൈ ആണ്. മറ്റേ സ്റ്റേറ്റുകളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഹെൽത്ത് ഇൻഡീസസ് വളരെ കൂടുതലാണ്. അപ്പോൾ നല്ല രീതിയിലുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, നമ്മുടെ പൊതുജനാരോഗ്യത്തിന് നെടുംതൂണായി നിൽക്കുന്ന ഈ ചെറുകിട ആശുപത്രികൾ, നമ്മുടെ ഗ്രാമീണ പ്രദേശങ്ങളിലുള്ള 1-2 ഡോക്ടർമാർ ഇന്ന് നടത്തുന്ന ചെറുകിട ആശുപത്രികളും ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കേരളം ഇന്ന് നമ്പർ 1 ഹെൽത്ത് മോഡലിൽ നമ്പർ 1 എന്നുള്ള രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ചെറുകിട ആശുപത്രികൾ ഇപ്പം തന്നെ നമുക്കറിയാം, ഒരുപാട് ചെറുകിട ആശുപത്രികൾ കൂട്ടിപ്പോയിട്ടുണ്ട്. 800-ലധികം ആശുപത്രികൾ ഇത് ഇപ്പോൾ തന്നെ കൂട്ടിപ്പോയി. പിന്നെ കൊറോണ വന്ന സമയത്ത് കുറേ ആശുപത്രികൾ അങ്ങനെ കൂട്ടിപ്പോയി. ഇനിയും ഈ പൊതുജനാരോഗ്യത്തിന് ഈ ബില്ല്, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ല് കൂടി വരുമ്പോൾ അതിനുള്ള ഈ ചെറിയ ആശുപത്രികളെ വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ആവുമ്പോഴത്തേക്ക് ഇനിയും കുറേ ആശുപത്രികൾ കൂട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഏകദേശം ഒരു 40% ആൾക്കാരും ഈ ചെറിയ ആശുപത്രികളെ ആശ്രയിച്ചാണുള്ളത്. ഏറ്റവും പാവപ്പെട്ടവന് ഗവൺമെൻറ് ആശുപത്രികളിൽ പോവാം, ഏറ്റവും പൈസ ഉള്ളവന് അല്ലെങ്കിൽ ഇൻഷുറൻസ് കവറേജ് ഉള്ളവന് വേണമെങ്കിൽ കോർപ്പറേറ്റ് ആശുപത്രികളിലേക്ക് പോവാം. പക്ഷേ ഈ ഇടത്തരക്കാർ ഇവരെവിടെ പോകും? ഇവരാണ് ഈ ചെറിയ ചെറിയ ആശുപത്രികൾ, ഏത് സമയത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഈ ചെറിയ ആശുപത്രികൾ, ചെറിയ രീതിയിലുള്ള ഫീസ് കൊടുത്ത് നല്ല ചികിത്സ കിട്ടുന്ന ഈ ചെറുകിട ആശുപത്രികൾ നമ്മുടെ 40% ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ ആശുപത്രികൾ പൂട്ടിപ്പോയി കഴിഞ്ഞാൽ നാളെ നമ്മുടെ ഈ അഭിമാനത്തോടെ നമ്മൾ പറയുന്ന കേരള മോഡൽ എന്ന് പറയുന്ന നമ്മുടെ പൊതുജന ആരോഗ്യം ഇതിന്റെ നിലനിൽപ്പില്ലാതാവുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക്. കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ജനാർദ്ദന നായിക് CH അധ്യക്ഷത വഹിച്ചു. IMA മുൻ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ സുരേഷൻ V മുഖ്യപ്രഭാഷണം നടത്തി. സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ഡോക്ടർ ശശിരേഖ, IMA കാസർഗോഡ് ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ അണ്ണപ്പ കാമത്ത്, KGMOA ജില്ലാ സെക്രട്ടറി ഡോക്ടർ ശ്രുതി എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ രേഖ റായ്, വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജമാൽ അഹമ്മദ്, കാഞ്ഞങ്ങാട് ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ ജീജ NP, ട്രഷറർ ഡോക്ടർ വിജയലക്ഷ്മി, സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ഡോക്ടർ ദീപിക കിഷോർ, മുൻ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ശശിധർ റാവു തുടങ്ങിയവർ നേതൃത്വം നൽകി. IMA കാഞ്ഞങ്ങാട് ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ രമേശ് DG സ്വാഗതവും IMA ജില്ലാ കമ്മിറ്റി കൺവീനർ ഡോക്ടർ കാസിം T നന്ദിയും പറഞ്ഞു. IMA കാഞ്ഞങ്ങാട്, കാസർഗോഡ്, ഉപ്പള ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തു. IMAയുടെ ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം നേതാക്കൾ DMOയ്ക്ക് സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ടാക്സ് കൺസൾട്ടന്റ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് സമ്മേളനം നടന്നത്. ടാക്സ് കൺസൾട്ടന്റ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചായിരുന്നു സമ്മേളനം നടന്നത്. SGST ഡെപ്യൂട്ടി കമ്മീഷണർ രമേശൻ കോളിക്കര ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങളെ ഈ സംഘടന എന്നുള്ള രീതിയിലും വ്യക്തികൾ എന്ന രീതിയിലും ആ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ അതിനനുസരിച്ച് ആ പ്രൊഫഷണലിസം അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നിങ്ങളും മാറണം എന്നുള്ളതാണ് പറയാനുള്ളത്. ആ മാറ്റം ഉൾക്കൊള്ളാൻ തയ്യാറാത്ത ആളുകൾ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടാവുക തന്നെയും യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ടാവും. ഈ 2017 വന്നിതാണ് 10 വർഷം, അടുത്ത
16 കഴിയുന്നതോടെ GST 10 വർഷം പൂർത്തിയാക്കിയാണ്. ഈ സമയങ്ങളിൽ തുടർച്ചയായി വന്ന ഒരുപാട് നിയമക്കുറിപ്പുകളും നൂലാമാലകളും GST നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഡേഷനുകളൊക്കെ നിരന്തരം ആയിരക്കണക്കിന് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. അതൊന്നും അപ്ഡേറ്റ് ചെയ്യാതെ ഒരു കാരണവശാലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു ബോധ്യം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവണം. അതിന് നമ്മൾ എന്ത് വേണം? നിരന്തരം പഠനം ഒരു പ്രധാനമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ, കോടതി വിധികൾ, അതുപോലെ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷനുകൾ, സർക്കുലറുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള രീതിയിൽ വലിയ മാറ്റങ്ങളാണ് ഈ സമയങ്ങളിലൊക്കെ വന്നത്. GST 2017 ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് ഉണ്ടാവാത്തൊരു മാറ്റം നമ്മുടെ കഴിഞ്ഞ 2023-24 നമ്മളെ ഒരു റീസ്ട്രക്ചറിങ് ഡിപ്പാർട്ട്മെന്റ് കേരള GSTയുടെ ഒരു റീസ്ട്രക്ചറിങ് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും, അതിലൂടെ വന്നു. സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ ദിവ്യ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് MR സുരേഷ് കുമാർ പതാക ഉയർത്തി. ഇൻകം ടാക്സ് ഓഫീസർ EP ജഗദീഷ്, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ പ്രദീപ് ഗോകുൽ എന്നിവർ ആദായ നികുതി പഠന ക്ലാസ് നടത്തി. ജില്ലാ പ്രസിഡന്റ് വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ചന്ദ്രശേഖരൻ സ്വാഗതവും NK കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. മുൻ സംസ്ഥാന കമ്മിറ്റി മെമ്പർ നാരായണൻ MV ആശംസയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള പൂരക്കളി കലാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൂരക്കളി മറുത്തുകളി മഹോത്സവം ഫെബ്രുവരി 14 നടക്കും. കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാന പരിസരത്ത് പൂരക്കളി മറുത്തുകളി മഹോത്സവം നടക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരള പൂരക്കളി കലാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൂരക്കളി മറുത്തുകളി മഹോത്സവം ഫെബ്രുവരി 14 വൈകിട്ട് 4 മണിക്ക് കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാന പരിസരത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4 മണിക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് നേടിയ മഹാകവി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീം കേരള പൂരക്കളി കലാ അസോസിയേഷൻ കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ പൂരക്കളി യൂണിറ്റ് അവതരിപ്പിക്കുന്ന പൂരക്കളി 5-ന് മറത്തുകളി അവതരണം ഡോക്ടർ CK നാരായണ പണിക്കർ ആൻഡ് മടിക്കൈ ഗോപാലകൃഷ്ണ പണിക്കർ. മറത്തുകളി നിയന്ത്രണം പൂരക്കളി മറത്തുകളി ആചാര്യൻ P ദാമോദര പണിക്കർ കാഞ്ഞങ്ങാട്. തുടർന്ന് ഭദ്രദീപം തെളിയിക്കൽ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം സ്ഥാനികർ. ഉദ്ഘാടനം അസോസിയേഷൻ സംസ്ഥാന ചെയർമാൻ TI മധുസൂദനൻ MLA നിർവഹിക്കും. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ A ഗ്രേഡ് നേടിയിട്ടുള്ള വെള്ളിക്കോത്ത് മഹാകവി സ്മാരക ഹൈസ്കൂളിലെ കുട്ടികളുടെ പൂരക്കളി അവതരണമാണ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അതിനുശേഷം പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം പൂരക്കളി യൂണിറ്റിൻ്റെ പൂരക്കളി അവതരിപ്പിക്കും. പിന്നീട് 5 മണിക്ക് മറത്തുകളി ഡോക്ടർ CK നാരായണ പണിക്കർ, മടിക്കൈ ഗോപാലകൃഷ്ണ പണിക്കർ എന്നിവരാണ് അണിനിരക്കുന്നത്. അതിൻ്റെ നിയന്ത്രണം നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ശ്രീ ദാമോദര പണിക്കർ കാഞ്ഞങ്ങാടാണ്. പിന്നീട് അത് സാംസ്കാരിക സമ്മേളനമാണ്. അത് ഭക്ത തെളിയിക്കുന്നത് പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം സ്ഥാനികരാണ്. പിന്നീട് അതിൻ്റെ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരള പൂരക്കളി കലാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ചെയർമാൻ ശ്രീ E മധുസൂദനൻ MLA അവരുകളാണ്. ഈ പൂരക്കളി കലാ അസോസിയേഷന് 9 മേഖലയിൽ, കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ 9 മേഖലയിലാണ് പരിപാടി നടക്കുന്നത്. അതിൽ ഉദുമ പരിപാടി കഴിഞ്ഞു, അതുപോലെ തന്നെ ചെറുത്തൂരിൻ്റെ പരിപാടി കഴിഞ്ഞു, നമ്മുടെ കാഞ്ഞങ്ങാടിൻ്റെ പരിപാടിയാണ്. അത് കഴിച്ചാൽ നീലേശ്വരത്തിൻ്റെ പരിപാടി വരാനുണ്ട്. അതുപോലെ തന്നെ കരുവള്ളൂരി, പയ്യന്നൂരി, മാതമംഗലം, കളിപ്പറമ്പ്, കണ്ണപുരം, ഇപ്പോൾ 9 മേഖലയാണ് നമുക്കങ്ങനെ ഉള്ളത്. ആ 9 മേഖലയിലും ഇതുപോലുള്ള വ്യത്യസ്തമായ പരിപാടികളോടെ ഈ പുരക്കളി മറത്തുകളി അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ സംഘടനാതലത്തിൽ ഉള്ള പരിപാടികളൊക്കെ ഇതിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ടാകും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ മൂലക്കണ്ടം അധ്യക്ഷത വഹിക്കും. കേരള പൂരക്കളി അക്കാദമി അവാർഡ് ജേതാക്കളെ കേരള പൂരക്കളി അക്കാദമി ചെയർമാൻ K കുഞ്ഞിരാമനും മുതിർന്ന പൂരക്കളി കലാകാരന്മാരെ SN കോളേജ് ചെയർമാൻ C രാജൻ പെരിയയും ആദരിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ വിശ്വനാഥൻ,
മേഖലാ പ്രസിഡന്റ് കൊട്ടൻ കുഞ്ഞി അടൂട്ട്, സെക്രട്ടറി വസന്തകുമാർ കാട്ടുകുളങ്ങര, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോപാലകൃഷ്ണ പണിക്കർ, സംസ്ഥാന ട്രഷറർ പി ദാമോദര പണിക്കർ കാഞ്ഞങ്ങാട്, ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ ഐശ്വര്യകുമാരൻ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ നാരായണൻ കിഴക്കുങ്കര, കൺവീനർ ചന്ദ്രൻ മാധോത്ത്, പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാന പ്രസിഡന്റ് ബൈജു അതിയാമ്പൂർ, പൂരക്കളി യൂണിറ്റ് സെക്രട്ടറി രാമകൃഷ്ണൻ കിഴക്കുങ്കര, പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാന സെക്രട്ടറി സതീശൻ കിഴക്കുങ്കര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഞ്ചേശ്വരം മണ്ഡലത്തിൽ SIR-ൽ വ്യാപക ക്രമക്കേടെന്ന ആരോപണവുമായി AKM അഷ്റഫ് MLA. നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെടുന്ന മണ്ഡലത്തിൽ UDF വോട്ടർമാരെ പട്ടികയിൽ നിന്നും പുറത്താക്കുവാൻ BJP-യുടെയും ഉദ്യോഗസ്ഥരുടെയും ഒരു അന്തർധാര പ്രവർത്തിക്കുന്നതായി AKM അഷ്റഫ് MLA ആരോപിച്ചു. മലബാറിലെ റെയിൽവേ മേഖലയിലെ പ്രശ്നങ്ങൾ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി നേരിൽ കണ്ട് ചർച്ച നടത്തിയതായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP. വിഷയത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രിയിൽ നിന്നും ഉറപ്പു ലഭിച്ചതായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP. റാങ്ക് ഹോൾഡേഴ്സിനോട് സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് KSUവിന്റെ നേതൃത്വത്തിൽ മിന്നൽ സമരം. കാസർഗോഡ് PSC ഓഫീസിലേക്കായിരുന്നു പ്രതിഷേധം. അഡ്വക്കേറ്റ് PVK നമ്പൂതിരി ഫൗണ്ടേഷൻ കാസർഗോഡ് ജില്ലാ കനിവ് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് മാരുതി ഇക്കോ ഹോം കെയർ വാഹനം കൈമാറി. കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. മലയോര ഹൈവേയിലെ അശാസ്ത്രീയത മൂലമുള്ള അപകട പരമ്പര. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 24 മണിക്കൂർ ഉപവാസം ആരംഭിച്ചു. കാസർഗോഡിന്റെ ഗോത്രവീര്യം കാൽപന്ത് കളിക്കളത്തിൽ മാറ്റുരയ്ക്കുന്ന വടക്കിനംഗം ജില്ലാതല ട്രൈബൽ ഫുട്ബോൾ ടൂർണമെന്റ്. ചിറപ്പുറം മിനി സ്റ്റേഡിയത്തിലായിരുന്നു ടൂർണമെന്റ്. ഷെറിയയിൽ വീടിന് തീപിടിച്ച സംഭവം. രക്ഷാപ്രവർത്തനങ്ങളിൽ വന്ന വീഴ്ച അന്വേഷിക്കണമെന്ന് ഷെറിയ ഗ്രാമവികസന സമിതി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.